അസ്സലാമു അലൈക്കും. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ 28-ാം ദിനത്തിലെ പ്രഭാതത്തിലാണ് നാം ഏവരും. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 10 വർഷമായി കോഴിക്കോട് ചാലയം ഓഡിറ്റോറിയത്തിലെ ഓഫീസ് മുറിയിൽ 50 വയസ്സ് കഴിഞ്ഞ ഒരുപറ്റം സഹോദരന്മാർ ബഹുമാന്യായ കൊട്ടുകാട് അബ്ദുസ്സലാം മുസ്ലിയാരുടെ ശിക്ഷണത്തിൽ ഖുർആൻ തജ്വീദ് അനുസരിച്ച് ഓതുന്ന ഒരു പരിശ്രമത്തിൽ ആണ് ഞങ്ങളെല്ലാം ഇവിടെ നിലകൊള്ളുന്നത്. ഇൻഷാ അല്ലാഹ്, ഞങ്ങളുടെ ഈ സംഘത്തിൽ ഏറ്റവും മുതിർന്ന പഠനാർത്ഥിയും ഈ ചാലയം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയുമായ ഹാജി സുൽഫിക്കർ മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ ഈ ഖുർആൻ പഠനത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒന്ന് അയവിറക്കാനാണ് ബഹുമാനപ്പെട്ട കൊട്ടുകാട് അബ്ദുസ്സലാം മുസ്ലിയാരും ഈ സംഘത്തിലെ ഒരു പഠനാർത്ഥി കൂടിയായ മനമ്പത്ത് ഷിയാബെന്ന ഞാനും അൽഹംദുലില്ലാഹ് ജീവിതത്തിൻ്റെ സായാഹ്ന വേളയിൽ നാഥനായ അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമായി ഞങ്ങളെല്ലാം ഇതിനെ കാണും. എന്തെന്നാൽ നീണ്ട ഒരായുസിൻ്റെ പകുതിയിലേറെ ഭാഗവും ഖുർആനെ അടുത്തറിയുവാനും ഖുർആനിൽ അടങ്ങിയിരിക്കുന്ന മാസ്മരമായ ആ ഒരു അറിവിനെ സ്വായത്തമാക്കുവാനും കഴിഞ്ഞില്ല എന്നുള്ള നിരാശ ഞങ്ങളുണ്ടായിരുന്നത് അതും ഈ ക്ലാസിൻ്റെ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് മാറിക്കിട്ടുവാൻ ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് കാരണമായി എന്നുള്ള സന്തോഷകരമായ ഒരു കാര്യം ഞാനിവിടെ അയവിറക്കുകയാണ്. അൽഹംദുലില്ലാഹ്, കൊട്ടുകാട് അബ്ദുസ്സലാം മുസ്ലിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ ഖുർആൻ്റെ ഒരു ജനകീയമാക്കുവാൻ വേണ്ടി ഖുർആൻ്റെ തജീവിതനുസരിച്ച് പാരായണത്തിനും അറിവുകൾ പകർന്നു കൊടുക്കുവാനും വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും പ്രായഭേദമന്യേ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന് തക്ക പ്രതിഫലം പഠനാർത്ഥികളെ ഞങ്ങൾക്കും അദ്ദേഹത്തിനും നാഥൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം മുസ്ലിയാർ അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ആദരണീയരായ സുൽഫിക്കയും ഷിഹാബുക്കയും, കാരണം ഞങ്ങളുടെ ഈ സംഘത്തിലെ ഏറ്റവും മുതിർന്ന 2 വ്യക്തികളാണ്. ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ പോച്ച നാസർക്ക, തേവറെ നൗഷാദ് സാഹിബ്, അതുപോലെ അംബീത്തർ നാസർ, അബ്ദുൾ റഷീദ് പുതുവീട്ടിൽ, അതുപോലെ പിന്നെ അമ്പുള ലത്തീഫ് തുടങ്ങി പാണൂർ നാസർക്ക, അതേപോലെ പിന്നെ KSRTC വർക്ക് ചെയ്യുന്ന അബ്ദുൽ വഹാബ് സാഹിബ്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഈ 10 വർഷത്തിനിടയിൽ ഒരുപാട് അംഗങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുകയും പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അൽഹംദുലില്ലാഹ്. ആരിസ് റഷാദ് അതുകൂടെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സിനെ മിക്കവാറും ഇതിനെ ഒന്ന് ഉണർത്താൻ വരുന്ന നമ്മുടെ ഹാരിസ് റഷാദ് ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ അത് വിശദീകരിച്ച് ഞങ്ങൾക്ക് ക്ലാസ്സിന് മുന്നോട്ട് നയിക്കുന്ന ഒരു മഹാനാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാണ്. അപ്പം നമുക്ക് ഈ പരിശുദ്ധ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം ഏതെന്ന് വെച്ചാൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ
നല്ലൊരു ശതമാനം ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവർ നിത്യം അത് കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് പലർക്കും കിട്ടത്തില്ല. അതായത് അക്ഷരങ്ങൾ പോലും മറന്നവരാണ്. അപ്പോൾ അതിന് ഞങ്ങൾ കണ്ടെത്തിയ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ, ഖുർആൻ പഠിച്ച് മറന്നവരാരാവട്ടെ, ഏത് പ്രായക്കാരാവട്ടെ, അവർക്ക് ലോകത്ത് ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റിയ ഭാഷ അറബിയാണെന്നും പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് ഒരു പ്രായം ഒരു തടസ്സമല്ലെന്നും തെളിയിക്കുന്ന ഒരു സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഒരാളെ കൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ഖുർആൻ തോന്നിക്കലല്ല, അവർക്ക് മാനസികമായിട്ട് എല്ലാവിധമായ ഒരു ധൈര്യവും വരുന്ന ഒരു അവസ്ഥ മാത്രമേ അവർ ഖുർആൻ എടുത്താൽ മതി. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്ത് ഇന്ന് തന്നെ ഞങ്ങൾ വേറൊരു ഇൻഷാ അല്ലാഹ് ഇതോടൊപ്പം തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. 50 വർഷമായി ഖുർആനും അറബി അക്ഷരമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് കുറഞ്ഞ സമയം കൊണ്ട്, അതായത് ഒരു മാസം പോലും നമ്മൾ എടുത്തില്ല, ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 4 ഖത്തത്തോളം ഓതിയിട്ടുണ്ട് ഈ റമദാനിൽ തന്നെ. ആകെ തുടങ്ങിയിട്ട് അദ്ദേഹം 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അക്ഷരം പോലും അറിയാത്തൊരു വ്യക്തിക്ക് ഇങ്ങനെ കഴിയുമെങ്കിൽ നമ്മളിൽ എത്രയോ കഴിയും. അതായത് 70 വയസ്സിനടുത്തുള്ള ആളാണ് ആ വ്യക്തി എന്ന് പറയുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആരും പുറകോട്ട് നിൽക്കേണ്ടതില്ല. നമുക്ക് ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഖേദിക്കേണ്ട ഒരു അവസ്ഥയല്ല. ഇന്ന് ലോകത്ത് ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനാണ്. നമുക്കത് പഠിക്കാം. നിങ്ങളൊക്കെ മുന്നോട്ട് വരണം, ഒരു തടസ്സങ്ങളുമില്ല. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഈ പഠന സംഘത്തിലെ മുതിർന്ന അംഗവും ഈ ചാലയം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയുമായ ഹാജി സുൽഫീഖർ മുഹമ്മദ്, അദ്ദേഹം ഈ പഠനത്തിലെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കൈവറക്കും. അസ്സലാമു അലൈക്കും. എനിക്ക് ഇപ്പോൾ 64 വയസ്സുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യഘട്ടത്തിൽ മദ്രസയിൽ പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. അന്ന് എനിക്ക് കപ്പലണ്ടി കച്ചവടമായിരുന്നു. ആ കാലം കഴിഞ്ഞ് ഇവിടെ ഈ ഓഡിറ്റോറിയമൊക്കെ ഇട്ട് ഇവർ കുറച്ച് നാൾ വേറെ ഒരു സ്ഥലത്തായിരുന്നു ഈ ഖുർആൻ പഠന ക്ലാസ്. അതിനുശേഷം ഞാനിവിടെ ഈ സൗകര്യം ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ഞാൻ സുബൈ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ വന്നിട്ട് പിന്നെ എൻ്റെ ഒരു ജീവിത യാത്രയേ ഉള്ളൂ. ഒരു ദിവസത്തെ ആദ്യത്തെ തുടക്കം ഇവിടെ നിന്നാണ്. എനിക്കിപ്പോൾ വളരെ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതിലുപരി എനിക്ക് ഈ ഖുർആൻ്റെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രങ്ങൾ, അതിൻ്റെ ലഘുവായ ഒരു അർത്ഥം കേൾക്കുമ്പം അത്ഭുതപ്പെട്ടു പോവുക. പടച്ചവനെ എന്തുവായി കാണുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അല്ലാഹ് പറയുന്നു. ഈ അടുത്ത സമയത്ത് ഒരു സ്വത്ത് വിവരണത്തെ പറ്റി ഈ ഖുർആനിൽ പറയും. എല്ലാ കാര്യങ്ങളും അല്ലാഹ് ഇങ്ങനെ പറഞ്ഞ് ഇത് എല്ലാവരും അറിയുന്നില്ലല്ലോ എന്നുള്ള കേൾക്കുമ്പോഴാണ് നമുക്കൊരു വിഷമം. ഈ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞേക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേറെ എവിടെയെങ്കിലും പോകണോ, ഇത് മാത്രം നോക്കിയാൽ അവൻ്റെ ജീവിതചര്യ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ഈ ഖുർആനിൽ കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പടച്ചവനെ ഇത് ഇവിടെ വന്നൊന്ന് കേൾക്കാൻ ഒത്തതിൽ അൽഹംദുലില്ലാ എന്ന് പറയുകയാണ്. അതല്ലെങ്കിൽ ഞാൻ ഇതൊന്നും അറിയാത്ത ഒരു മനുഷ്യനെ പോലും ഇങ്ങനെ ജീവിച്ചങ്ങ് പോകും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സുബൈ കഴിഞ്ഞാൽ വേറെ എവിടെ പോകാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ വന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് ഇതൊന്ന് കേട്ട് കഴിയുമ്പോൾ ഒരു സമാധാനം. അതിലുപരി 2 ഉസ്താദന്മാരാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഒന്ന് കുട്ടികൾ ഉസ്താദ്, അത്ഭുതപ്പെട്ടു പോവുക. ആ ഉസ്താദ് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ള് പടച്ചവനെ എന്തുവാന്ന ഒരു അത്ഭുതമാണ്. ഒരു യന്ത്രം ഉള്ളിൽ പ്രവർത്തിക്കുന്ന പോലാണ് ഈ ഖുർആനെ പറ്റി ഒരു വാക്ക് ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് ഒരു വരി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ അരമണിക്കൂർ എടുക്കും. ആ ഒരു വരിയുടെ കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് മുന്നോട്ട് പോകുമ്പോൾ പടച്ചവനെ അദ്ദേഹത്തിന് ഒരാഗ്രഹവും ഇല്ല. എല്ലാവരെയും പഠിപ്പിക്കണം, എല്ലാവരും ഇത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പുള്ളി ചുറ്റിക്കറങ്ങി നടക്കുക. പക്ഷേ അദ്ദേഹത്തിന് ഈ മദ്രസകളിലൊക്കെ ഇത് മനസ്സിലാക്കി ഈ കമ്മിറ്റിക്കാർ അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുത്ത് അദ്ദേഹത്തിന് പഠിപ്പിക്കണമെന്ന് ഈ മദ്രസകളിൽ അത് പിള്ളേരെ പഠിപ്പിക്കണമെന്നുമാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത് ഞങ്ങൾക്ക് കോട്ടശ്ശേരി ഉസ്താദ്, പടച്ചവനെ അദ്ദേഹത്തിൻ്റെ ആ ഓതൽ കേട്ടാൽ നമ്മൾ എന്തുമായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഓതൽ മഹാനാണ് പുള്ളി. ആരീസ് ഉസ്താദ്, കോട്ടശ്ശേരി ആരീസ് ഉസ്താദ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് സമയം കിട്ടുമ്പോൾ ഓതി അതിൻ്റെ തസ്ബീറുകൾ പറഞ്ഞ്
അത് മനസ്സിലാക്കി തരുമ്പം ഒരു 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 ലോകത്തേക്ക് ഞങ്ങളങ്ങ് മാറുക, ഒരു അത്ഭുത ലോകത്തേക്ക് ഞങ്ങളങ്ങ് മാറുക. ആ അരമണിക്കൂർ എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരു സമയമാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ശ്രമിക്കണം. പിന്നെ കഴിയുന്നത് കുറ്റാടിസ്ഥാനം വിളിച്ചാൽ മതി, ഉസ്താദ് വന്ന് ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ആരും ഇതിനെപ്പറ്റി വിഷമിക്കേണ്ട, വയസ്സ് പോയെന്ന് വിഷമിക്കേണ്ട, ചെറുപ്പക്കാരും വിഷമിക്കേണ്ട, ആർക്കും വിഷമിക്കേണ്ട. ഇങ്ങനൊരു സംവിധാനം നമ്മളെ ഈ നാട്ടിൽ പലയിടത്തും ആകുമ്പോൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഈ നാട് തന്നെ എത്ര സന്തോഷമാവും. ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്ന് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഈ ആഡിറ്റോറിയോ ഇതൊന്നും അല്ല എനിക്കൊരു വിഷയം. ആഡിറ്റോറിയത്തിനേക്കാൾ കൂടുതൽ എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാലും എനിക്കിപ്പോഴത്തെ ഈ ഒരു ഇത് ആണ്. എനിക്കൊരു പൈസയും വേണ്ട, ഒരു വരുമാനവും വേണ്ട. ഈ അരമണിക്കൂർ ഇവിടെ വന്നിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഈ ഒരു ചർച്ച നിങ്ങളുടെ ജീവിതത്തിലും ഖുർആനെ പരിചയപ്പെടുവാനും ഖുർആന്റെ മാസ്മരികത മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.